الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചു ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസിനികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മഹല്ലിൽ ഒരു മരണം നടന്നു. ഒരാഴ്ച മുമ്പും ഒരു മരണം നടന്നു. രണ്ടു പേരുടെയും പേര് അബ്ദുൽ ഖാദിർ എന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ ഖബറിലേക്ക് തുറക്കപ്പെടും എന്ന സന്തോഷകരമായ അവസ്ഥ ബർസഖിയായ ജീവിതത്തിൽ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അഥവാ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഓരോരുത്തരായി നമ്മോട് വിട പറയുന്ന സമയങ്ങളിൽ അത് നമുക്കൊരു പാഠമാണ് എന്ന കാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം എന്ന കാര്യം. ഞാൻ ഓതിവെച്ച ആയത്തിലും ഖുർആൻ പറയുന്നത് ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മലക്കുണ്ട്, ഒരു മാലാഖയുണ്ട്. ആ മലക്ക് നിങ്ങളെ പൂർണ്ണമായും കൃത്യമായ സമയത്ത് തന്നെ എടുക്കുന്നതാണ്, നിങ്ങളുടെ റൂഹിനെ പിടിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു വചനത്തിൽ ഖുർആൻ പറഞ്ഞത് ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടിമറഞ്ഞുകൊണ്ടിരിക്കുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മറ്റൊരു വചനത്തിൽ അല്ലാഹു പറയുന്നത്
കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും എന്നാണ്. നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ഈ ഒരു മരണത്തെ സംബന്ധിച്ച് ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ പറയുന്നു. എന്തിനു വേണ്ടിയാണത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആ പറയുന്ന ആയത്തുകളുടെ അവസാനത്തിൽ തന്നെ അതിൻ്റെ ലക്ഷ്യം പറയുകയും ചെയ്യുന്നുണ്ട്. ഒരായത്തിൽ പറയുന്നത് സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കലേക്കാണ് മടക്കപ്പെടുന്നത്. മറ്റൊരായത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, പിന്നെ ദൃശ്യവും അദൃശ്യവും അറിയുന്ന നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ മടക്കപ്പെടും. അവിടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി മുഴുവനും അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വേറൊരായത്തിൽ പറയുന്നത് ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാരി ഫഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പരിപൂർണമായും നൽകപ്പെടും. അങ്ങനെ നിങ്ങളിൽ ആരാണോ സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തിട്ടുള്ളത് അവനാകുന്നു വിജയിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണാം. നമ്മുടെ മരണം ഇതുപോലെ ഏതോ ഒരു ദിവസം സംഭവിക്കാനുള്ളതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും നാം പല ഫോമുകളും പൂരിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും. എന്നാൽ അതുപോലെ തന്നെ നമുക്കൊരു ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. ആ ഡേറ്റ് ഓഫ് ഡെത്ത് എന്നാണ് എന്ന് നമുക്കറിയില്ല. അത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതെന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന, ആഹ്ലാദിച്ചിരുന്ന, കയ്യടക്കി വെച്ചിരുന്ന ഒന്നും നമ്മുടേതല്ല. നമ്മുടെ സ്വത്തുക്കൾ പിന്നെ നമ്മുടേതല്ല. നമ്മുടെ താക്കോൽ കൂട്ടങ്ങൾ നമ്മുടേതല്ല. നമ്മുടെ ബിസിനസ്സുകൾ നമ്മുടേതല്ല. നമ്മുടെ മറ്റൊന്നും തന്നെ നമ്മുടേതല്ല. നമ്മൾ അഭിമാനത്തോടു കൂടി നാം കൊണ്ടു നടന്നിരുന്ന ഒന്നും നമ്മുടേതല്ല. നമുക്ക് വേണ്ടി നമ്മൾ മരിച്ചു എന്നതുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രത്യാഘാതം ഈ ദുനിയാവിലുണ്ടാകുമോ? ഇപ്പൊ ലോകത്ത് ഏകദേശം 800 കോടിയിലധികം ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത്രയും കോടികളെക്കാൾ അധികം ആളുകൾ ഭൂമുഖത്ത് നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരുപാട് കോടികൾ ഭൂമിയിലേക്ക് കടന്നു വരാനുമുണ്ട്. എന്നാൽ ഓരോ ദിവസവും ഒരുപാട് ആളുകൾ മരിക്കുന്നതിലൂടെ ഈ ദുനിയാവിനൊന്നും സംഭവിക്കുന്നില്ല. ദുനിയാവിൻ്റെ അതിന് ആ വേർപാടിലുള്ള ഒരു ദുഃഖം അത് രേഖപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം നിലച്ചു പോകുന്നില്ല. മാർക്കറ്റുകളും അങ്ങാടികളും സാധാരണ ജനങ്ങളുടെ ജീവിതവുമെല്ലാം അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പകരം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ വേറെ ആളുകൾ വരും. ഞാൻ കിടന്നിരുന്ന കട്ടിലുകളിൽ വേറെ ആൾ കിടക്കും. നാം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം മറ്റാളുകൾ ഉപയോഗിക്കും. നമുക്കുണ്ടായിരുന്ന സമ്പത്ത് ന്യായമായും മറ്റാളുകൾ അർഹിക്കുന്ന രൂപത്തിൽ അത് ഓഹരി വെച്ചെടുക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നതല്ലാതെ ഇതിനപ്പുറം യാതൊന്നും സംഭവിക്കാനില്ല നമ്മൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു എന്നതിനാൽ. എന്നാൽ നമുക്ക് പലതും സംഭവിക്കുവാനുണ്ട്. നമുക്ക് വിശ്വാസി എന്ന അർത്ഥത്തിൽ പല രൂപാന്തരങ്ങളും ഉണ്ടാകുവാനുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ക്ഷണികമായ, നൈമിഷികമായ, നശ്വരമായ വിളക്കത്തെ പാറ്റയെപ്പോലെയുള്ള ജനനം മുതൽ മരണം വരെ ഞാൻ ജീവിച്ചു തീർത്ത ഈ ജീവിതമല്ല ജീവിതം എന്നതാണ്. ഈ ജീവിതമല്ല ജീവിതം എന്നതാണ്. കണ്ണടക്കുന്നതോടുകൂടി തുടങ്ങുന്ന ഒരു ജീവിതമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. വബില്ലാഹിറതി ഹും യൂഖിനൂൻ. ആരോ പറഞ്ഞു കേട്ട് നാം വിശ്വസിക്കുന്നതല്ല,
മദ്രസകളിൽ നിന്ന് ഉസ്താദുമാർ പറഞ്ഞത് കേട്ട് നാം അംഗീകരിക്കുന്നതല്ല. വബില്ലാഹിറതി ഹും യൂഖിനൂൻ, ദൃഢമായി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഈ മരണാനന്തരം സംഭവിക്കാനുള്ളതാണ് യഥാർത്ഥ സംഭവങ്ങൾ, യഥാർത്ഥ ജീവിതം. അത് അനന്തമാണ്, അനുസ്യൂതമാണ്, ഒടുക്കമില്ലാത്തതാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു ജീവിതം എന്നതാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ കൂട്ടുകാരുമൊത്ത് ഖബർ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ, ഖബറിലുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളെ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അമ്മ സൗജാത് ഫഖദ് നുകിഹത്, നിങ്ങളുടെ ഇണകളൊക്കെ വേറെ വിവാഹം ചെയ്തു, നിങ്ങൾ മരണപ്പെട്ടു പോയി. നിങ്ങളെക്കുറിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വരെ ഒരു മണിക്കൂറോ ഒരു ദിവസമോ ഒക്കെ ദുഃഖം പങ്കിട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവർ, രക്തബന്ധത്തിൽപ്പെട്ടവർ ദിവസങ്ങളോ ആഴ്ചകളോ ആ ദുഃഖം പേറി നടന്നിട്ടുണ്ടാകാം. അതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളും നിങ്ങളെ വിസ്മരിക്കപ്പെട്ടു പോയിട്ടുണ്ടാകാം. എന്നാൽ അതിനുശേഷം ജീവിതം അവരിലൊക്കെയും സാധാരണ നിലയിലായി. നിങ്ങൾ മരിച്ചു എങ്കിലും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വേറെ ഇണയെ തേടി. ഭാര്യയാണെങ്കിൽ ഭർത്താവ് വേറെ ഭാര്യ വിവാഹം കഴിച്ചു, ഭർത്താവാണ് എങ്കിൽ വേറെ വിവാഹം കഴിച്ചു, ഭാര്യയാണെങ്കിലും വേറെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവരൊക്കെ ഇണകളെ തേടിപ്പോയി. നിങ്ങളുടെ വീടുകളിലൊക്കെ വേറെ ആളുകൾ താമസം തുടങ്ങി. നിങ്ങൾക്ക് അധികാരപ്പെട്ടിരുന്ന, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടേതാണെന്ന് പങ്കുവച്ചിരുന്ന, നിങ്ങൾ തണ്ടപ്പേരും ബാക്കിയൊക്കെ വാങ്ങിവെച്ചിരുന്ന നിങ്ങളുടെ വീടുകളും അതുപോലെ സ്വത്തുക്കളുമൊക്കെ വേറെ ആളുകൾ അതിൽ താമസം തുടങ്ങി. നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം മോഹരി വെച്ചു പോയി. ഞങ്ങളുടെ അടുക്കലുള്ള വർത്താനം ഇതാണ്, ഈ ലോകത്ത് ഇപ്പോഴുള്ള വർത്താനം ഇതാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവിടെയുള്ള വർത്താനം ഇതൊക്കെയാണ്. എന്താ നിങ്ങളെടുത്തുള്ള വർത്താനം, അവിടെയുള്ള കാര്യങ്ങൾ എന്താണ്? എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുചരന്മാരിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, അമാ ഇന്നഹും ലൗ തകല്ലമൂ, അവർക്കെങ്ങാനും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ ചെയ്ത സൽപ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ കാണാനില്ല. ഞങ്ങൾ വല്ലതും ദുനിയാവിൽ ജീവിതത്തിൽ ചെയ്ത വല്ല നന്മകളുമുണ്ടോ? ആ നന്മകളല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ കാണാനില്ല എന്ന് അദ്ദേഹം തൻ്റെ അനുചരന്മാരെ അതിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുകയാണ്. ഒരിക്കൽ താബിയായ സെയ്ദ് ഇബ്നു റബീഅ റഹിമഹുല്ലാ, അദ്ദേഹം തൻ്റെ കൂട്ടുകാരുമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, തജഹസ്തും, നിങ്ങളൊക്കെ റെഡിയായോ, ഒരുങ്ങിയോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഫസമിയഹു റജുലുൻ യഖൂൽ മാ യഅനി ബിഖൗലിഹി തജഹസ്തും, കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ ചോദിച്ചത്? തജഹസ്തും, നിങ്ങൾ റെഡിയാണോ, നിങ്ങൾ ഒരുങ്ങിയോ എന്ന് ചോദിച്ചത് എന്തിനെ പറ്റിയാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, തജഹസൂ ലിഖാ അല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒരുങ്ങിയോ എന്നാണ് ഞാൻ ഈ ചോദിച്ചതിന്റെ താല്പര്യം. അള്ളാനെ കണ്ടുമുട്ടാൻ ഒരുങ്ങിയോ എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ അവന്റെ മരണത്തോടുകൂടി അവന്റെ സമ്പത്തിന്റെയും അവന്റെ കുടുംബത്തിന്റെയും അവന്റെ പ്രവർത്തനങ്ങളുടെയും ഉപമ ഏത് രൂപത്തിലാ? ദുനിയാവിൽ അവൻ എപ്പോഴും ഇടപെട്ടതാണ് അവന്റെ സമ്പത്തുമായി, അവന്റെ കുടുംബവുമായി, പല പ്രവർത്തനങ്ങളുമായി. നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ എല്ലാം ഇതുമായി ഇണചേർന്നുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഇതിന്റെ ഉദാഹരണം ഏതുപോലെയാണ്? സലാസത്തു ഇഖ്വത്തിൻ, 3 സഹോദരങ്ങളെ പോലെയാണ്, 3 കൂട്ടുകാരെ പോലെയാണ്. നമ്മുടെ ദുനിയാവിലുണ്ടായിരുന്ന സമ്പത്ത്, ദുനിയാവിലുണ്ടായിരുന്ന നമ്മുടെ അമലുകൾ, ദുനിയാവിലുണ്ടായിരുന്ന നമ്മുടെ കുടുംബം, ഇത് 3 കൂട്ടുകാരെ പോലെയാണ്. അവരിൽ ഒരാൾ പറഞ്ഞു, അന മഅക ഹയാതക, ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ, നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്നോടൊപ്പം ഉണ്ടാകും. ഫൈദാ മിത്ത ഫലസ്തു മിൻക വലസ്തു മിന്നി,
മരിച്ചാലോ ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവില്ല, ഇജിൻ്റെ ഒപ്പം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാകൂല, നീ എൻ്റെ ഒപ്പവും ഉണ്ടാവൂല. ഈ മൂന്നിൽ ഒന്ന് പറഞ്ഞു. അഥവാ അത് സമ്പത്താണ്. സമ്പത്ത് മരിക്കുന്നത് വരെ മനുഷ്യൻ ഉപകാരപ്പെടും. ആ മരിച്ചതിന് ശേഷം അവന്റെ കൂടെ കൊണ്ടുപോകുന്നില്ല, അവൻ അതിൽ നിന്ന് ഒരു തരി പോലും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ആ രൂപത്തിലാണ് അവന്റെ അവസ്ഥ. രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, അന മഅക വൈദാ ബലഗ്ത തിൽക ശജറ, ഞാൻ എന്നോടൊപ്പം ഉണ്ടാകും. നേരത്തെ ആള് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി മുന്നോട്ടുണ്ടാകും. ആ മുന്നോട്ട് എവിടെ വരെയാണ്? പള്ളിപ്പറമ്പ് വരെ, നിന്നെ മറമാടുന്ന ആ സ്ഥലം വരെ ഞാൻ ഉണ്ടാകും. അതാരായിരിക്കും? നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, അവരൊക്കെ അവിടം വരെ ഉണ്ടാകും. അവിടെ നിന്ന് അങ്ങോട്ട് അവരുമില്ല. മൂന്നാമത്തെ ആള് പറഞ്ഞു, വഖാലല്ലാഖർ അന മഅക ഹയ്യൻ വമയ്യിതൻ, അന മഅക ഹയ്യൻ വമയ്യിതൻ, ഞാൻ എന്നോടൊപ്പം ഉണ്ടാകും. ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ടാകും, മരിച്ചതിന് ശേഷം ഉണ്ടാകും. ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന് മൂന്നാമത്തെ ആള് പറഞ്ഞു. അതാരാ? നമ്മുടെ അമലു സ്വാലിഹാത്തുകളാണ്, നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടാകേണ്ടത് ഈ സൽപ്രവർത്തനങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോരും നമ്മുടെ കൂടെയില്ലാത്ത, ഒരു വെളിച്ചവുമില്ലാത്ത ആ ഖബറിടത്തിൽ കിടക്കുന്ന സമയത്ത് തസ്ബീഹൊക്കെ ചൊല്ലി ആളുകൾ പിരിഞ്ഞു പോന്നു. അതിനുശേഷം അവിടെ നല്ല അവസ്ഥയുള്ള ആളുകളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമെന്നാണ്. ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരാൾ കടന്നു വരും. അത് കാണുമ്പോൾ തന്നെ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ആൾക്ക് വലിയ സന്തോഷമാണ്. അയാൾ ചോദിക്കും, മൻ അന്ത, നീ ആരാണ്? നിന്നെ കണ്ടിട്ട് തന്നെ നല്ല സന്തോഷമുണ്ടല്ലോ. അപ്പോ വന്നിട്ടുള്ള ആള് പറയും, ഞാൻ നിന്റെ അമലുക സ്വാലിഹ്, നിന്റെ സൽപ്രവർത്തനങ്ങളാണ്. ഞാൻ നിന്നോടൊപ്പം ഇനിയുണ്ട്. ഈ ബർസഖിയായ ജീവിതത്തിൽ നിനക്ക് സന്തോഷത്തിന് വേണ്ടി നിന്നോടൊപ്പം ഉണ്ട് എന്ന് ആ നല്ല സൗന്ദര്യത്തോടു കൂടി കണ്ടാൽ തന്നെ നോക്കാൻ തോന്നുന്ന ആ രൂപത്തിൽ വന്നിട്ടുള്ള ആ മനുഷ്യരൂപത്തിൽ വന്ന ആള് പറയും എന്ന്. അപ്പൊ ആ സൽപ്രവർത്തനങ്ങൾ നമ്മോടൊപ്പം നമുക്ക് സമാധാനമായി കൊണ്ടുണ്ട്. അതുപോലെ തിന്മകളും അങ്ങനെ തന്നെ. അതിന്റെ നേരെ വിപരീതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാനുമെല്ലാം തൻ്റെ മോതിരത്തിൽ തന്നെ ഒരു മരണത്തെക്കുറിച്ചുള്ള ആ ചിന്തയെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മോതിരത്തിൽ കൊത്തിവെച്ചിരുന്നു എന്നാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ നബിയല്ലാഹ് മൻ അഖിയസുന്നാസ് വഅഹ്സമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും വിവേകിയുമാരാണ്. ഏറ്റവും ബുദ്ധിമാൻ, ഏത് രംഗത്തും ഏറ്റവും ഉന്നത വിജയം നേടുന്ന IAS, IPS, ISS, ഇങ്ങനെ ഏത് രൂപത്തിലുള്ള ഡിഗ്രികളോ ക്വാളിഫിക്കേഷനുകളോ ഏത് തന്നെയായിരുന്നാലും ഉന്നതമായ മാർക്കോടുകൂടി വിജയിക്കുന്നവനാണോ, അതല്ലെങ്കിൽ താൻ ഏർപ്പെടുന്ന ബിസിനസ്സുകളിലും കാര്യങ്ങളിലുമെല്ലാം തകരാതെ തളരാതെ വൻ ലാഭങ്ങൾ കൊയ്യുന്നവനാണോ? ഏറ്റവും വലിയ വിവേകി ആരാണ്? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, അക്സറുഹും ദിക്റൽ മൗത്ത് വഅക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നവനും ആ മരണസമയത്തേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുന്നവനും ഒരുക്കുന്നവനുമാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. മരിക്കണമെന്ന ബോധത്തോടുകൂടി മരണാനന്തര ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ ഒരു സഹോദരി വന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കടുത്ത ഹൃദയമുള്ളവളാണ്. എപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴുമൊക്കെ ആ കാഠിന്യം എൻ്റെ സ്വഭാവത്തിൽ സംസാരത്തിലുണ്ട്. അത് പരിഹരിക്കാൻ ആയിഷ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്ത മറുപടി, അക്സിരി ദിക്റൽ മൗതി യറുഖു ഖൽബകി, നീ മരണത്തെക്കുറിച്ച് ഓർക്കുക, എങ്കിൽ നിന്റെ സംസാരമൊക്കെ മയപ്പെടും, നീ ലോല ഹൃദയമുള്ളവളാകും. മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ മനസ്സെല്ലാം ലോലമായി തീരും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുരിൽ ഖുബൂറ, നീ ഖബർ സന്ദർശിക്കണം. സുന്നത്തായ ഒരു കാര്യമാണ്, പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. തദ്കുറു ബിഹാ അൽ ആഖിറ, അതിലൂടെ നിനക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും.
ഞാനും ഇതുപോലെ മരിക്കാനുള്ളതാണ്, ഒരു നാൾ ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ്, ആരും എൻ്റെ കൂടെ ഉണ്ടാവൂല എന്ന ബോധമുണ്ടാകാൻ, അതിനാണ് മയ്യത്ത് ആ ഖബറുകൾ സന്ദർശിക്കുക എന്ന് പറയുന്നത്. മറിച്ച് ഖബറാളിയിൽ നിന്ന് എന്തെങ്കിലും ഒന്നിങ്ങോട്ട് ചോദിച്ചു വാങ്ങുവാനല്ല. അത് വ്യത്യസ്ത ഹദീസുകളിൽ എന്തിനാണ് ഖബർ സിയാറത്ത് എന്ന് വിശദീകരിച്ചിടത്ത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഫഇന്നഹു തുദക്കിറുകുമുൽ മൗത, ഒരു ഹദീസ്. ഫഇന്നഹു തുദക്കിറുകുമുൽ ആഖിറ, മറ്റൊരു ഹദീസ്. ഫഇന്നഹാ തുസഹിദുകും ഫിദ്ദുനിയ. ഇങ്ങനെയൊക്കെ ഖബർ സിയാറത്തിന്റെ ലക്ഷ്യങ്ങൾ പ്രവാചകൻ വിവരിക്കുന്നുണ്ട്. അവിടെയൊക്കെ മരണത്തെക്കുറിച്ച്, ആഖിറത്തിനെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഖബർ സന്ദർശിക്കണം. വഗ്സിലിൽ മൗത, അബൂദറുൽ ഗഫാരിയോട് പ്രവാചകൻ പറയുകയാണ്, മരിച്ചോലെ കുളിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ കുളിപ്പിക്കണം. ഒഴിഞ്ഞു മാറല്ല വേണ്ടത്, മരിച്ചവരെ കുളിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ. കാരണം ഫഇന്ന മുആലജത ജസദിൻ ഖാവിൻ മൗഇലത്തും ബലീഗ, അനങ്ങാതെ നമ്മൾ തിരിച്ചേടത്തേക്ക് തിരിയുകയും മറിയുകയും ചെയ്യുന്ന രൂപത്തിൽ കിടക്കുന്ന ആ മനുഷ്യൻ, ആ മയ്യത്ത് ഒരു വലിയ പാഠമാണ്. ഇന്നലെ വരെ ആ ശ്വാസം നിലക്കുന്നത് വരെ അയാൾ ആരാണ്? ചിലപ്പോൾ രാജാവാകാം, ഭരണാധികാരിയാകാം, ഉദ്യോഗസ്ഥനാകാം, മാതാവാകാം, പിതാവാകാം, ആരുമാകാം. പക്ഷെ ഇപ്പോ നമ്മൾ പറയുന്നതിനനുസരിച്ച് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. അതുകൊണ്ട് കുളിപ്പിക്കാൻ അവസരം കിട്ടിയാൽ കുളിപ്പിക്കണം എന്ന് പ്രവാചകൻ പറയുന്നു. വസല്ലി അലൽ ജനാസ, നീ ജനാസ നമസ്കരിക്കണം. ലഅല്ല ദാലിക അൻ യുഹ്സിനക, നിനക്ക് നിന്റെ മനസ്സിൽ അത് ദുഃഖമുണ്ടാക്കാം. ഇപ്പോ മാതാവും പിതാവും ബന്ധപ്പെട്ടവരും മരണപ്പെട്ട് ആ സമയത്ത് ഇമാമ് നിന്നുകൊണ്ട് നമസ്കരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. ഞാനും ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നവനാണ് എന്ന ബോധമുണ്ടാകാം. അതുകൊണ്ട് ആ നമസ്കാരം നീ നമസ്കരിക്കണം, നിന്റെ മനസ്സിലും ദുഃഖത്തിന്റെ ചിന്തകൾ ഉണ്ടാകാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്നൽ ഹസീന ഫീ ളില്ലില്ലാ, അങ്ങനെയൊരു ദുഃഖം നിന്റെ മനസ്സിൽ മുളപൊട്ടിയാൽ നീ അള്ളാന്റെ തണലിലാണ്, നീ അള്ളാഹുവിന്റെ തണലിലാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു തിരുവചനത്തിൽ പ്രവാചകൻ പറഞ്ഞു, ലൗ യഅലമുൽ മർഉ മാ യഅതീഹി ബഅദൽ മൗത്ത്, മരണശേഷം സംഭവിക്കാനുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരു മനുഷ്യൻ കൃത്യമായി മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ, മാ അക്കല അക്ലതൻ വലാ ശരിബ സുർബതൻ, ഒരു പിടി പോലും അവൻ കഴിക്കുമായിരുന്നില്ല, ഒരു മുറുക്ക് വെള്ളം പോലും അവൻ കുടിക്കുമായിരുന്നില്ല. ഇല്ലാ വഹുവ യബ്കി വയദ്രിബു അലാ സദ്രിഹി, അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു, അവൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. കാരണം മരണാനന്തരം സംഭവിക്കാനുള്ള ഗൗരവതരമായ അവസ്ഥകൾ, അതിനെക്കുറിച്ച് അവൻ ആലോചിച്ചാൽ അവന് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും വരെ അവൻ അശ്രദ്ധനായി പോകുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ നമ്മോട് പറഞ്ഞു, കുല്ലുനാ ഖദ് ഐഖന ബിൽ മൗതി, നമ്മളൊക്കെ മരണത്തെക്കുറിച്ച് ഓർക്കുന്നു. ഈ പറഞ്ഞതിൽ സംശയം നമുക്ക് ആർക്കുമില്ല. പണ്ഡിതന്മാർ പറയുന്നത് കുല്ലുനാ ഖദ് ഐഖന ബിൽ മൗതി, നമ്മളെല്ലാവരും മരണത്തെക്കുറിച്ച് ഓർക്കുന്നു. വമാ നറാ മിൻഹു മുസ്തഇദ്ദ, പക്ഷേ ഈ ഓർക്കുന്ന ആളുകളിലും അതിന് തയ്യാറെടുക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല. ഈ ഓർക്കുന്ന ആളുകളിലും തയ്യാറെടുക്കുന്നവരെ നാം കാണുന്നില്ല. വകുല്ലുനാ ഖദ് ഐഖന ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ടെന്ന് നാം എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. വമാ നറാ മിൻഹാ ആമില, എന്നാൽ അതിനു വേണ്ടി പണിയെടുക്കുന്നവരെ നാം കാണുന്നില്ല. സ്വർഗമുണ്ടെന്നുറപ്പാണ്, അവിടുത്തെ ഒരുപാട് അവസ്ഥകൾ നമുക്കറിയാം, പക്ഷെ അതിനു വേണ്ടി അധ്വാനിക്കുന്നവരെ നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ വകുല്ലുനാ ഖദ് ഐഖന ബിന്നാർ, നരകത്തിന്റെ കാഠിന്യമേറിയ ശിക്ഷയെക്കുറിച്ച് നമുക്കറിയാം. വമാ നറാ ലഹാ ഖായിഫ, പക്ഷേ അത് പേടിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളെ നാം കാണുന്നില്ല. ഈ പറഞ്ഞ അവസ്ഥയിലാണോ നമ്മൾ എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ എങ്ങനെയായിത്തീരും നമ്മൾ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മന്നക്സറ ദിക്റൽ മൗത്ത്, മരണചിന്ത ആരുടെ മനസ്സിലുണ്ടോ, ചിന്തയിലുണ്ടോ, ഉക്രിമ ബിസലാസതി അശ്യാ, 3 കാര്യങ്ങൾ, 3 ലക്ഷണങ്ങൾ, 3 സ്വഭാവങ്ങൾ അവരിലുണ്ടാകും. ഒന്ന് തഅ്ജീലു തൗബ, തെറ്റുകൾ മനുഷ്യ സഹജമാണ്, വന്നു പോകും.
വന്നാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അതിന്റെ പരിഹാരം ചെയ്യും, തൗബ ചെയ്യും, അവൻ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങും. ഖനാഅത്തുൽ ഖൽബ്, രണ്ടാമത്തെ ഒരു സ്വഭാവം, പടച്ചോൻ എനിക്ക് എന്തൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ അത് എനിക്ക് കിട്ടും, ഞാൻ അധ്വാനിക്കും, ഞാൻ പ്രവർത്തിക്കും, എനിക്ക് അള്ള വിധിച്ചതേ എനിക്ക് കിട്ടും, കിട്ടിയതിൽ സംതൃപ്തി ഉണ്ടാകും. കുടിലിലോ കൊട്ടാരത്തിലോ എവിടെ താമസിക്കുന്നവനായിരുന്നാലും ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കും. മരണചിന്ത മനസ്സിലുള്ളവന്റെ അവസ്ഥയാണത്. മൂന്നാമത്തത് വനശാത്തുൽ ഇബാദ, ഇബാദത്തുകളിൽ ഉന്മേഷമുണ്ടാകും. നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ബാക്കി കാര്യങ്ങൾക്കും അത് നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിൽ തന്നെയാകാനുള്ള ആവേശവും അവനിലുണ്ടാകും. ഇതുണ്ടോ? അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ തിരിഞ്ഞു പോവുകയാണോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഒരു അറബിക്കവി പറഞ്ഞത് തുറവ്വിഉനൽ ജനാസതു ഹീന ഹയ്യിൻ ഫലമ്മാ ഗാബ ആദത് റാത്തിആത്തിൻ. ഒരു ആട്ടിൻ കൂട്ടത്തിലേക്ക് ഒരു ചെന്നായ കടന്നു വീഴുന്നത് പോലെയാണ്. ചെന്നായ ചാടി വീണാൽ ആ ആടുകൾ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാലോ ആ ചെന്നായ അതിന് വേണ്ട ആടിനെ പിടിച്ചങ്ങോട്ട് പോയി. അല്പസമയം കഴിഞ്ഞാൽ സാധാരണ പോലെ അത് മേയാൻ തുടങ്ങി. വേറെ പ്രശ്നമൊന്നും അതിനില്ല. ഇതുപോലെ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു ബേജാറാണ്. മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരു ബേജാറാ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അത് കഴിഞ്ഞ് നമ്മളെ കച്ചവടത്തിലേക്ക് നീങ്ങിയാൽ, നമ്മുടെ ഉദ്യോഗത്തിലേക്ക് നീങ്ങിയാൽ, സാധാരണ ജീവിതത്തിലേക്ക് നീങ്ങിയാൽ പിന്നെ ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ല. അത് നമ്മെ നിയന്ത്രിക്കുന്നില്ല, ചലിപ്പിക്കുന്നില്ല. അങ്ങനെയാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയിൽ നിലനിർത്താൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. മരണചിന്ത ജീവിതത്തിൽ നിലനിർത്തണമെന്നും ഞാനും ഒരിക്കൽ മരിക്കേണ്ടവനാണ് എന്ന ബോധം എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണമെന്നുമാണ് നാം ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നിരന്തരം അല്ല നമ്മുടെ ദിക്റുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഒക്കെ നമ്മെക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ എന്താ പറയാറ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പ്രാർത്ഥിക്കാറുണ്ടല്ലോ നമ്മൾ. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് മടക്കം. നമ്മൾ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കുകയാണ്. ഞാൻ മരിക്കൂട്ടോ, നീ മരിക്കൂട്ടോ, നമ്മൾ കൊണ്ട് പറയിപ്പിക്കുക. രാത്രി കിടക്കുന്ന നമ്മൾക്ക് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത് നമ്മൾ കൊണ്ട് പറയിപ്പിക്കുക. അല്ലെ വലിയ പ്രാർത്ഥന അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വ വജ്ജഹ്തു വജ്ഹി ഇലൈക് വ ഫവ്വൽതു അംരി ഇലൈക് വ അൽജഅതു ലഹരി ഇലൈക് റഗ്ബതൻ വ റഹ്ബതൻ ഇലൈക് ലാ മൽജഅ വ ലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വ ബിനബിയിക അല്ലദീ അർസൽത. അവിടെയും മരിക്കൂന്ന് ഓർമ്മിക്കുക. എന്തിനേറെ ഒരു വാഹനത്തിൽ നമ്മൾ കയറുന്ന സമയം എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ വാഹനത്തിൽ കയറാറുണ്ട്? ബൈക്കും കാറും മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പൊ ഒക്കെ നമ്മൾ ചെല്ലുന്നുണ്ട് എന്ത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പഠിച്ചോനെ അങ്ങോട്ടാട്ടോ വരാനുള്ളത്. ആ സമയത്ത് നമ്മൾ പല്ലാണ്. ഒരു മരണം കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി അത് മാത്രമല്ല, ജീവിതത്തിൽ വല്ല മുസീബത്തും പ്രയാസങ്ങൾ ഉണ്ടായാൽ ഖുർആൻ പറയുന്നത് അവിടെയും അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയാന്ന്. അങ്ങനെ ഓരോ സമയങ്ങളിലും ദൈനംദിന ജീവിതത്തിലും നമ്മെക്കൊണ്ട് താ മരിക്കുട്ടോ പോകുട്ടോ അള്ളാന്റെ അടുക്കലേക്ക്, മണ്ണിനടിയിലേക്ക്, അവിടെയാണ് ജീവിതം എന്ന് പറയിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്, ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ പിന്നെ നമ്മളെ നോക്കാൻ വേറെ ആളും വേണ്ട, ഒരു ഉസ്താദ് വേണ്ട, ഒരു മാതാപിതാക്കൾ വേണ്ട. ഈ ചിന്ത നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നിറച്ചു കൊടുത്താൽ ഓരോ പള്ളിക്ക് പോരാങ്ങൾ പറയണമെന്നില്ല.
നന്മയിൽ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നാൽ മതി. അത് ഉള്ളവരാവുക. നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബം, വിശ്വാസികളായ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന, ബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ റബ്ബേ, ഈ ഐഹിക ജീവിതം നശ്വരമാണ്, ക്ഷണികമാണ്. നിന്റെ അടുക്കലുള്ള ജീവിതം അനശ്വരമാണ്, അനന്തമാണ്. ആ ജീവിതത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ ഒരുക്കുവാനുള്ള മഹത്തായ തൗഫീഖ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈമാനോടുകൂടി നിന്നെ കണ്ടുമുട്ടുവാനുള്ള സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയുവാനുള്ള ഭാഗ്യം നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുവേ, പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് നീ ആ അവസ്ഥകളെല്ലാം പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ എപ്പോഴും സന്തോഷം നിലനിർത്തണമേ തമ്പുരാനെ. ചിരിയും കളിയും തമാശയും പങ്കിടുന്ന മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമായി ജീവിക്കുവാനുള്ള അവസരം ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.